ചേട്ടൻ കാണാറുണ്ടോ? ഞാൻ കാണാറുള്ളതാണ്. മുടിയഴകും ചടുല നൃത്തവുമായി യുവാക്കളെ ഹരം കൊള്ളിച്ച നായക നടൻ. ഡ്യൂപ്പുകളില്ലാതെ സംഘടന രംഗങ്ങൾ അഭിനയിച്ച് അപകടത്തിൽപ്പെട്ട് മരണത്തിന് തൊട്ടു മുന്നിലെത്തിയ നടൻ. മൾട്ടി സ്റ്റാർ കോമ്പിനേഷൻ സിനിമകൾ ഏറ്റവും കൂടുതൽ ചെയ്ത നടൻ, ഏറ്റവും കൂടുതൽ ഐറ്റം ഡാൻസുകൾ ചെയ്ത നടൻ. ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയുന്നു, വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി ഗോൾഡിലൂടെ മലയാളികൾക്ക് മുന്നിലെത്തി. മലയാളികളുടെ സ്വന്തം രവിയായി. ഇനി ഒരു സൂചനയുടെ ആവശ്യകതയില്ല. അതെ, നമ്മൾ മലയാളികളുടെ സ്വന്തം ഡിസ്കോ രവീന്ദ്രൻ ചേട്ടനെ പറ്റിയാണ് ഈ പറയുന്നത്. ഡിസ്കോ രവീന്ദ്രൻ ചേട്ടനെ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഒരു കാലത്ത് മലയാള സിനിമയുടെ ശുക്രനായിരുന്ന നടൻ. എന്തായാലും രവീന്ദ്രൻ ചേട്ടന്റെ ഡിസ്കോ ഡാൻസ് ഒരൽപ്പം കണ്ടിട്ടാകാം ഇനി ബാക്കി വിശേഷങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ ഐറ്റം ഡാൻസുകാരികളുടെ കൂടെ ഡാൻസ് ചെയ്ത ഒരു ആക്ടറാണ് ഞാൻ. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. എന്റെ തകർച്ചയ്ക്ക് കാരണം ഞാൻ തന്നെ. ഒന്നും നോക്കാതെ കണ്ണടച്ച് കിട്ടുന്ന റോളുകൾ ചെയ്തു. തിരഞ്ഞെടുപ്പ് നടത്തിയില്ല. അപ്പോൾ ഞാൻ എല്ലാവർക്കും മുന്നിൽ വില കുറഞ്ഞ നടനായി. എന്നെ നായകനെന്ന് വിളിക്കുന്നവർ കുറവാണ്. മലയാളികൾക്ക് ഞാൻ പ്രതിനായകനാണ്. എന്നാലും അന്നും ഇന്നും ഞാൻ പല്ലുപോകാത്ത സിംഹം തന്നെയാണ്. ഈ വാക്കുകൾ വളരെ ലാഘവത്തോടെ പറയുമ്പോൾ പോലും രവീന്ദ്രൻ എന്ന നടന്റെ മനസ്സിലൂടെ കടന്നുപോയ വഴികൾ മലയാളികൾ മനസ്സിലാക്കിയിരുന്നു. തമിഴിലും മലയാളത്തിലുമായി 100ഓളം ചിത്രങ്ങൾ തകർത്തഭിനയിച്ച നമ്മുടെ ഡിസ്കോ രവീന്ദ്രൻ ചേട്ടന്റെ വീട് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അപ്പോൾ മലയാള സിനിമയ്ക്ക് 100 മേനി വിളവ് നൽകിയ രവീന്ദ്രൻ എന്ന കലാകാരന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര. വീട് എവിടെയാണെന്ന് കാണിക്കുക, അദ്ദേഹത്തെ പറ്റി അയൽവാസികൾക്ക് പറയാനുള്ളത് അറിയുക. അപ്പോൾ ലക്ഷ്യസ്ഥാനം കേട്ടോളൂ, എറണാകുളം തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂളിന് നേരെ മുന്നിലായാണ് നമ്മുടെ രവീന്ദ്രൻ ചേട്ടന്റെ വീട് വരുന്നത്. ഒരു മലയാള നടൻ തമിഴ്നാട്ടുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായി മാറിയ കഥ. ജയൻ എന്ന മാസ്മരിക നായകന് ശേഷം ഒരു കാലത്ത് കോളേജ് പിള്ളേരുടെ ഹരമായി മാറിയ നടനായിരുന്നു തമ്പി ഏലിയാസ് എന്ന പേരിൽ ജനിച്ച രവീന്ദ്രനായി മാറിയ നമ്മുടെ സ്വന്തം ഡിസ്കോ രവീന്ദ്രൻ ചേട്ടൻ. എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അറിയണം. അതിനു മുൻപ് നമ്മുടെ ഉദ്ദേശ സ്ഥാനം എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്കോ ചേട്ടന്റെ വീട്. നമ്മൾ ഡിസ്കോ രവീന്ദ്രൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണുള്ളത്? അദ്ദേഹം ഡാൻസിന്റെ ഉസ്താദല്ലേ. ഇനി കാര്യത്തിലേക്ക് വരാം. എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നായകനും വില്ലനും പ്രതിനായകനുമായുമെല്ലാം അങ്ങനെ തിളങ്ങുമ്പോഴായിരുന്നു കീരിക്കടൻ ജോസിന്റെയും സ്ഫടികം ജോർജിന്റെയും ഒക്കെ ഉദയം. പിന്നെ ഡിസ്കോ ചേട്ടന് സിനിമയിൽ ഐറ്റം ഡാൻസുകൾ മാത്രമായി. ക്രമേണ അവിടേക്കുമുള്ള പുതിയ താരങ്ങളുടെ ഉദയം ഡിസ്കോ ചേട്ടന് സിനിമ വിട്ട് റിയാലിറ്റി ഷോയിലെ ജഡ്ജ് എന്ന സ്ഥാനം തിരഞ്ഞെടുക്കേണ്ടി വന്നു. ചേട്ടാ രവീന്ദ്രൻ ചേട്ടൻ കാണാറുണ്ടോ? ഞാൻ കാണാറുള്ളതാണ്. വൈകുന്നേര സമയത്ത് പുള്ളി വരും. ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട്. ഓക്കെ, ആളിവിടെ തന്നെയല്ലേ താമസിക്കുന്ന? ഇവിടെ തന്നെ താമസിക്കുന്നത്. ഇത് പഴയ വീടാണെന്നോ അല്ലേ പുള്ളിയുടെ? പഴയ വീടാണ്. വേറെ വീടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു ബഹുമുഖ പ്രതിഭയായ ഡിസ്കോ ചേട്ടൻ തിരക്കഥാകൃത്ത്, ഇന്റീരിയർ ഡിസൈനർ, അവതാരകൻ, ചലച്ചിത്ര പണ്ഡിതൻ, അഭിനയ പരിശീലകൻ, സാമൂഹ്യ പ്രവർത്തകൻ, കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് തുടങ്ങിയ ചലച്ചിത്ര മേളകളുടെ സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിട്ട് പോലും രവീന്ദ്രൻ ചേട്ടനെ പോലെ ഒരു കലാകാരന് വേണ്ടപ്പെട്ട അംഗീകാരങ്ങൾ ഒന്നും തന്നെ ഇന്നോളം നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇത് ഞാൻ മാത്രമല്ല, സഹപ്രവർത്തകർ ഉൾപ്പെടെ അഭിപ്രായപ്പെട്ട വസ്തുതയുമാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ആക്ടിങ്ങാണ് പാഷൻ. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ആക്ടിങ് മാത്രമാണ് പാഷൻ. വേറെ ഒന്നിനെ കുറിച്ചിട്ടും അവർ ചിന്തിക്കാറില്ല. ഞാനങ്ങനെയല്ല. സലാല മൊബൈൽസ്, ചക്കരമുത്ത്, സ്വന്തം ലേഖകൻ, ലിംഗ, പപ്പയുടെ സ്വന്തം അപ്പൂസ്, ഭരചന്ദ്രൻ IPS എന്നിങ്ങനെ 100ലേറെ സിനിമകളിൽ വേഷമിട്ടപ്പോഴും മനസ്സിൽ തങ്ങി നിന്ന ആഗ്രഹത്തിന് തിരശീലയിട്ടുകൊണ്ട് ലാലേട്ടനെയും മഞ്ജു ചേച്ചിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എന്നും എപ്പോഴും എന്ന ചിത്രത്തിലൂടെ 2015 ഒരു തിരക്കഥാകൃത്തായി ചുവടുവച്ചു.
ശരിക്കും പറഞ്ഞാൽ കമ്മട്ടിപ്പാടം എന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച മണികണ്ഠൻ ആചാരി എന്ന കലാകാരന്റെ വീട്ടിലേക്ക് എത്തി എക്സ്ക്ലൂസീവായി പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യുവാനായി പോകുന്ന യാത്രയിലായിരുന്നു നമ്മുടെ ഡിസ്കോ ചേട്ടന്റെ വീടിന് മുന്നിലും എത്തിയത്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ മണികണ്ഠൻ ആചാരി എന്ന മനുഷ്യന്റെ വീടും വീട്ടുകാരും അവാർഡുകളും ബാക്കി വിശേഷങ്ങളും ഒക്കെ കാണുവാനായുള്ള എന്റെ യാത്ര തുടരുന്നു. എന്തായാലും ഡിസ്കോ രവീന്ദ്രൻ എന്ന സൂപ്പർ നായകന്റെ വീട് ഇവിടെയാണെന്ന് അറിയുവാൻ സാധിച്ചല്ലോ. ജയമാലിന് തൊട്ടിട്ടുള്ള ഡിസ്കോ ശാന്തി തൊട്ട് അങ്ങനെ എല്ലാവരുമായിട്ട് ആര് പുതിയ വന്നാലും ഞാനുമായിട്ടൊരു ടാക്സി ഉണ്ടാവും.